ഇത് രണ്ടുപേർക്കും ഉള്ളതാണ്, അത് ആർക്കും ഒറ്റയ്ക്കുള്ളതല്ല. സഹകരിക്കുക, പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു കുടുംബ ബന്ധവും ശരിക്കും പോലും ഉറപ്പാണത്. എന്ത് വേണം? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. കുടുംബ ബന്ധം എല്ലാ സ്ഥലത്തും പാളിച്ചകളുണ്ടാകും. എന്റെ ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴേക്കും പടച്ചോനെ വെറുതെ കെട്ടിപ്പോയത്, എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, വെറുതെ കെട്ടിത്തോറ്റല്ലോ എന്ന് ചിന്തിക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് ഭാര്യമാരിൽ നിന്ന് ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നിബിത്തങ്ങൾ പോലും ഭാര്യമാരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ ജീവിതം സന്തുഷ്ടമായിരുന്നു. എന്നാലും ഭാര്യമാർ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് തവണ, കുറച്ചൊന്നല്ല. ആയിഷാബിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഭാര്യമാരും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമുണ്ടാക്കുമ്പോൾ എന്ത് കരുതാ, എന്നെക്കാളൊക്കെ എത്രയോ വലിയ ആളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് പോലും പ്രയാസം സഹിച്ചെങ്കിൽ ഞാൻ സഹിക്കണ്ടേ? അങ്ങനെ സഹിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, അക്രിമുൻ നിസാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം. ഫവല്ലാഹി മാ അക്രമഹുന്ന ഇല്ലാ കരീം, ഭാര്യമാരെ ബഹുമാനിക്കുന്നത് മാന്യന്മാരാണ്. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, ഭാര്യമാരെ വിഷമിപ്പിക്കുന്നത്, അടിക്കുന്നത്, അവരെ കുറ്റം പറയുന്നത്, അവരെ ചീത്ത പറയുന്നത്, അവരെ തെറി പറയുന്നത്, അവരെ ആട്ടിയോടിക്കുന്നത്, അവർ ഡിവേഴ്സ് ചെയ്യുന്നത് വരെ ആരാണ്? നീചന്മാരാണ്. ഭാര്യമാരെ കുറ്റം പറഞ്ഞ് നടക്കുക അല്ലേ? അങ്ങനെയില്ലേ? ഭാര്യമാരുടെ വീട്ടിൽ ചെന്ന് ഭാര്യമാരുടെ മാതാപിതാക്കളോടോ ആങ്ങളമാരോടോ ഭാര്യമാരുടെ കുറവുകൾ പറഞ്ഞു നടക്കുന്നത് നല്ലതല്ല. അതൊരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, നിന്യന്മാർക്ക് അതിന് പറ്റുകയുള്ളൂ അവരെ കുറ്റപ്പെടുത്താൻ. ഒരു ചായ ഉണ്ടാക്കി, ചായക്ക് ടേസ്റ്റ് ഇല്ല. എങ്ങനെയാണ് പൊന്നു സഹോദരാ ആ ചായക്ക് ടേസ്റ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഭാര്യയെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? വസ്ത്രം മലക്കിത്തന്നു, വസ്ത്രത്തിന്റെ ചളിയൊന്ന് പോയിട്ടില്ല, എവിടെയോ എന്തോ ഒരു ചളി ബാക്കി നിൽക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഭാര്യയെ അടിക്കുവാനും ഭാര്യയെ കുറ്റപ്പെടുത്തുവാനും ആരാണ് സമ്മതം തന്നത്? ഞാൻ ചോദിക്കട്ടെ, ഭാര്യമാർ ഇസ്തിരി ചെയ്ത് അയൺ ചെയ്തു തന്നു, എവിടെയോ ഒരു ചുരുളൊന്നും നീങ്ങാത്തതിന്റെ പേരിൽ, എവിടെയോ ഒന്ന് ഭംഗിയാവാത്തതിന്റെ പേരിൽ ഭാര്യയോട് കയർത്ത് സംസാരിക്കാൻ ആരാണ് പൊന്നു സഹോദര നമ്മൾക്ക് സമ്മതം തന്നത്? ആ അയൺ ചെയ്ത് തരുന്നത് വരെ അവരുടെ ഔദാര്യമല്ലേ അത്? അവർക്ക് അവകാശമില്ലല്ലോ. അലക്കിത്തരുന്നത് വരെ അവർ ഞങ്ങൾക്ക് ചെയ്യുന്ന ഔദാര്യമല്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്? അവർക്കൊരു ചായ വെച്ച് കൊടുക്കാൻ ഇത്രയും കാലം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് ചായ വെച്ച് കൊടുത്തിട്ടില്ലേ? ചായ മീൻസ് അവർക്ക് കുക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ? ആവശ്യമുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ അല്ലാഹുവിന്റെ ഹബീബ്? ആ ചെറിയ വീട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് വീടടിച്ച് മാറിക്കൊടുത്തിട്ടില്ലേ? അലക്കി കൊടുത്തിട്ടില്ലേ? ചെരുപ്പ് തേച്ച് കൊടുത്തിട്ടില്ലേ? ചെരുപ്പ് കഴുകി കൊടുത്തിട്ടില്ലേ? വസ്ത്രം തുന്നിക്കൊടുത്തിട്ടില്ലേ അല്ലാഹുവിന്റെ ഹബീബ്? അല്ലാഹുവിന്റെ ഹബീബിനെക്കാളും ഉന്നതരാണോ നമ്മൾ? നമ്മളും ചെയ്തു കൊടുക്കണ്ടേ അതൊക്കെ? ഒന്നും ചെയ്തു കൊടുക്കാതെ തിരിച്ചിങ്ങോട്ട് എല്ലാം കിട്ടണമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ഭൂഷണമല്ലത്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ചെന്നുകൊണ്ട് സഹായിക്കണോ എന്നൊരു ചോദ്യം, അടിക്കുമ്പോൾ ഒന്ന് ചെന്നുകൊണ്ട് ചോദിക്കുക, ഞാൻ കൂടെ കൂടണോ, അടിച്ചു തരണോ എന്ന്. വീട് കഴുകി വൃത്തിയാക്കുകയാണ്, തുടച്ചു വൃത്തിയാക്കുകയാണ്, അപ്പോഴും ചോദിക്കുക, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ മതി. അവരുടെ വയറ് നിറയും ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തതിനേക്കാളും സന്തോഷം നിങ്ങളുടെ ആ ചോദ്യം കൊണ്ട് നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ, സഹകരണമില്ലാതെ, ക്ഷമയില്ലാതെ ഒരു കുടുംബജീവിതവും മുന്നോട്ട് പോവില്ല. ഞാൻ വരച്ചവയിൽ നിർത്തുമെന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഏതെങ്കിലും ഒരു ഭർത്താവിനോ പറയാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി. ഭാര്യയെ വരച്ചവരയിൽ നിർത്തുന്നവൻ അവൻ ഒരു യഥാർത്ഥ കഴിവുള്ളവനെന്ന് ഞാൻ പറയുന്നില്ല, ഇസ്ലാമും പറയുന്നില്ല. ഒരിക്കലും അവൻ കഴിവുള്ളവനല്ല. ഭാര്യയെ വരച്ച വരയിൽ നിർത്താനല്ല പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്? ഭാര്യമാരോട് ഭാര്യയോട് നന്നായി പെരുമാറണം. അവളെ വരച്ചവയിൽ നിർത്തല്ല. അവരുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് ഭംഗിയായി, വളരെ സരളമായി, വളരെ സൗമ്യമായി പരിഹരിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, അടിക്കാനല്ല.
വീട്ടിൽ നിന്ന് പുറന്തള്ളാനല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ല. എത്രയെത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഭർത്താവിന്റെ പീഡനം സഹിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടുന്നവർ. എന്താ പ്രശ്നം? 30 പവൻ തരാമെന്ന് പറഞ്ഞു, 29.5 ഗ്രാം. 5 ഗ്രാം പിന്നെ 30 ഗ്രാം എന്ന് കുറവ്, 3 ഗ്രാം സ്വർണം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിന്റെ പെങ്ങളും ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും കൂടിക്കൊണ്ട് ഈ മരുമകളെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? സ്വത്തല്ല ദീനി എന്ന് പറയുന്നത് നമ്മളങ്ങനെ കരുതിപ്പോയിട്ടുണ്ട്. സമ്പത്താണ് ദീനി എന്ന് കരുതിപ്പോയവരാണ്. സമ്പത്തുള്ള മക്കളോട് പ്രത്യേകം സ്നേഹം, സമ്പത്തുള്ള മരുമക്കളോട് പ്രത്യേകം സ്നേഹം. എത്ര സംഭവങ്ങളുണ്ടെന്നറിയോ? എത്ര ആളുകളാണ് പറയുന്നത് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മക്കളോട് സംസാരിക്കാത്ത ഉപ്പമാരില്ലേ ഇവിടെ? സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഉപ്പമാരെ ഇകഴ്ത്തുന്ന മക്കളില്ലേ? ഭർത്താക്കന്മാരെ ഇകഴ്ത്തുന്ന ഭാര്യമാരില്ലേ? സമ്പത്തല്ല പ്രാധാന്യം, ദീനിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദീനാണ് ഖൈറ്, ദീനാണ് വലുത്. സമ്പത്തിനൊരു വിലയുമില്ല എന്ന് ഭാര്യയും ഭർത്താവും കുടുംബങ്ങളും മാതാപിതാക്കളും മനസ്സിലാക്കാത്ത കാലം നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവാൻ പോകുന്നില്ല. ആ സമ്പത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അതൊക്കെ വരും പോവുമെന്ന ചിന്ത മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ, പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് ഭാര്യമാരും ഭർത്താക്കന്മാരും കാതുകൂർപ്പിച്ച് കേൾക്കേണ്ട ഹദീസാണിത്. ഇന്ന മിൻ അശ്ശറിന്നാസി ഇൻദല്ലാഹി മൻസില. അല്ലാഹുവിന്റെ അടുത്ത് നാളെ ആഖിറത്തിൽ ഏറ്റവും മോശക്കാര് ആരാണെന്നറിയോ? ഇന്നമൻ അശ്ശറന്നാസി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശക്കാരായ ആളുകൾ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുത്ത് കോപത്തിനിരയായ ആളുകളാരാ? അർറജുലു യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി. ഒരു ഭർത്താവ് ഭാര്യയുടെ കൂടെ ജീവിക്കുന്നു, അവരുടെ കൂടെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ഭാര്യ തിരിച്ചങ്ങോട്ടും ഒരു ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യ പുറത്തു പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പരിപാടിയാണത്. കല്യാണം കഴിഞ്ഞു ആദ്യ രാത്രികളിലോ മറ്റുള്ള ദിവസങ്ങളിലോ നടക്കുന്ന സംഭവങ്ങൾ ഒരു ഭർത്താവ് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നമൻ അശ്ശറന്നാസ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും പാപമുള്ള ആളുകളാണവർ, ഏറ്റവും മോശക്കാരായ ആളുകളാണവർ. ബെഡ്റൂമിൽ നടക്കുന്നത് ഭാര്യയുടെ പെരുമാറ്റങ്ങളോ ഭാര്യയുടെ കുറവുകളോ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യോ മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ മോശക്കാരാണ് നീ. അതേപോലെ പെണ്ണെ, ഭർത്താവിന്റെ ന്യൂനതകൾ നിന്റെ ചങ്ങാതിമാരോട് പറഞ്ഞ് ചിരിക്കാൻ പാടില്ല. ഭർത്താവിന്റെ കുറവുകൾ നിന്റെ ഉമ്മയോട് വരെ പറയാൻ പാടില്ല. ഭർത്താവിന് കുറവുകൾ ഉണ്ടായേക്കാം, ഭാര്യയ്ക്കും കുറവുകൾ ഉണ്ടായേക്കാം. ഭർത്താവിന്റെ രഹസ്യങ്ങളോ ഭാര്യയുടെ രഹസ്യങ്ങളോ രണ്ടുപേരും പുറത്തറിയിക്കാതെ ഇവരുടെ ഇടയിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, ഇവരുടെ ഇടയിലുണ്ടാകുന്ന അസംതൃപ്തികൾ, ഇവരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവരുടെ ഇടയിലുണ്ടാകുന്ന യാതൊരു കുഴപ്പങ്ങളും ഇവർ രണ്ടുപേരല്ലാതെ മറ്റൊരാൾ അറിയാത്ത രീതിയിൽ സംരക്ഷിക്കേണ്ടത് രണ്ടുപേരുടെയും ബാധ്യതയാണ്. ആരെങ്കിലും രഹസ്യങ്ങളെ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ അല്ലാഹുവിന്റെ ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശക്കാരാണ് ഇവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും ദീനീ ബോധമുള്ളവരാക്കി വളർത്തുമാറാവട്ടെ. അതുകൊണ്ട് ഭാര്യമാരെ ബഹുമാനിക്കുന്നവരാണ് ഏറ്റവും നല്ലവർ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാരാണ്? ഞാൻ ഇങ്ങോട്ട് തിരിച്ചാൽ അതിലെന്തെങ്കിലും വഴിയുണ്ടോ? റൊട്ടേറ്റൊന്നുമില്ല, ഒരു റൊട്ടേറ്റും ഇല്ല, ഒരു കാറ്റൊന്നുമില്ല. ഏതായാലും പിന്നെ നമ്മുടെ ഈ കൂട്ടത്തിൽ നല്ല ഒരാൾ ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാ മാഷാ അല്ലാഹ് ഇപ്പൊ റൊട്ടേറ്റ് ഉണ്ട് കേട്ടാ. ഏറ്റവും നല്ല ആൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ തലക്കെട്ടും കന്തുറക്കെട്ടിനും വാട്സാണ് മാഷാൽ ഏതോ ഷെയ്ഖാണെന്ന് തോന്നുന്നല്ലേ? ഒന്നുമല്ല. ആരാണ് നമ്മൾ പറയാൻ പറ്റുമോ? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആണാരാ? പള്ളി പ്രസിഡന്റോ, പള്ളിയുടെ ഖത്തീബോ, അല്ല വേറെ പറയുന്ന ഞാനോ? ആരുമില്ല. അതെങ്ങനെയാ തീരുമാനിക്കുക? അത് നമ്മുടെ ഭാര്യമാരോട് ചോദിക്കണം.
ഭാര്യമാര് പറയാണ്, എന്റെ ഭർത്താവ് മാഷാ അല്ലാഹ് നല്ല ഭർത്താവാണ്, ഒരു കുറവ് എനിക്ക് പറയാനില്ല എന്ന് ആരെക്കുറിച്ച് ഏത് ഭാര്യ പറയുന്നത്, അയാൾക്കാണ് നമ്മൾ ഏറ്റവും നല്ല മാതൃക യോഗ്യനായ ചെറുപ്പക്കാരൻ എന്ന അവാർഡ് കൊടുക്കേണ്ടത്. മഞ്ജു വാര്യർക്ക് ഒരു അവാർഡ് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല, ഉണ്ടോ? വായിച്ചോ? മാതൃകാ യോഗ്യയായ വനിത എന്ന് പറഞ്ഞൊരു അവാർഡ് നമ്മുടെ മഞ്ജു വാര്യർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ അവള് ചെയ്തു നിങ്ങൾക്ക് അറിയോ? സ്വന്തം ഭർത്താവിനെ ഡിവേഴ്സ് ചെയ്തു, കല്യാണം കഴിക്കാൻ പ്രായമുള്ള ഒരു പെൺകുട്ടി ഉണ്ട് അവൾക്ക്. ആ പെൺകുട്ടിയെയും ഭർത്താവിനെയും ഒഴിവാക്കി ഒരു 17 വർഷക്കാലത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നു. എന്ന് കൊടുത്ത അവാർഡ് എന്താ? മാതൃകാ യോഗ്യ എന്ന ഒരു അവാർഡ് കൊടുത്തു. അപ്പൊ നമ്മുടെ മക്കളൊക്കെ ആരെ ഇപ്പൊ മാതൃകയാക്കാൻ? മഞ്ജു വാര്യരാണ്. അതൊന്നല്ല മാതൃകാ യോഗ്യ അല്ലെങ്കിൽ യോഗ്യൻ എന്ന അവാർഡ് കൊടുക്കേണ്ടത്. ആർക്കാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവൻ. ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവൻ. പുറത്ത് സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അതിന്റെ നഭോമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അതിന്റെ നേതാക്കന്മാരുണ്ട്. എന്നാൽ ഇവരൊന്നും നല്ലവരാണെന്ന് പറയണമെങ്കിൽ ഭാര്യമാര് സമ്മതിക്കണം, എന്റെ ഭർത്താവ് നമ്പർ 1 ആണെന്ന്, എന്റെ ഭർത്താവിന് ഒരു കുറവില്ലെന്ന്. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ്, നബിയെ ഞാനൊന്ന് ചോദിക്കട്ടെ, നാളെ ആഖിറത്തിൽ 2 or 3 ഭർത്താക്കന്മാരുള്ള ഒരു പെണ്ണിന് ആരെയാണ് ഭർത്താവായി ലഭിക്കുക? നാളെ സ്വർഗത്തിലേക്കും ഇതേ ഭാര്യമാരുടെ കൂടെയാണ് നമ്മൾ പോവേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കല്യാണം കഴിഞ്ഞ് ഇതേ ഭാര്യമാരുടെ കൂടെ വിഷമുണ്ടാക്കിയെങ്കിലും ദുനിയാവിൽ എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ സ്വർഗത്തില് ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നരകത്തിൽ പോയാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ അങ്ങനെ ഉണ്ടായെങ്കിലും അങ്ങനെയല്ല കേട്ടോ. ഭാര്യ ഉണ്ടെങ്കിൽ, ഭാര്യ നരകത്തെയാണെങ്കിൽ നരകത്തിലും പോകാൻ തയ്യാറെന്ന് പറയുന്ന അത്ര സ്നേഹമുള്ള ആളുണ്ട് ഇവിടെ. പക്ഷേ എന്താ അങ്ങനെയുള്ള സ്നേഹമുള്ള ആളാക്കി നമ്മളൊക്കെ മാറ്റട്ടെ. അപ്പോ നമ്മുടെ ഉമ്മു സലമ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നാളെ 2 or 3 or 4 ഭർത്താക്കന്മാരുള്ള ഒരു പെണ്ണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഏത് ഭർത്താവിന്റെ കൂടെയാണ് കടന്നു പോവുക? ഏത് ഭർത്താവായിരിക്കും ഇവളുടെ കൂടെയുണ്ടാവുക? അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഉമ്മു സലമ, അതെങ്ങനെയാണ് ഒരു പെണ്ണിന് 4 ഭർത്താക്കന്മാരുണ്ടാകുന്നത്? എങ്ങനെ ഉണ്ടാവും? ഒന്നുകിൽ ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് ഡിവേഴ്സ് ചെയ്തു, അതേതായാലും കുട്ടിയുള്ള കാരണം തൊലാക്ക് നടന്നിട്ടുണ്ട്, അതാണോ? അല്ല. കല്യാണം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി. 2ാമത് കല്യാണം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി. 3ാമതും കല്യാണം കഴിഞ്ഞു. അങ്ങനെ 3 ഭർത്താക്കന്മാർ, 4 ഭർത്താക്കന്മാരുള്ള ഒരു പെണ്ണ് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ, യാ റസൂലല്ലാഹ്, ഏത് ഭർത്താവിനെയാണ് നാളെ സ്വർഗത്തിൽ ലഭിക്കുക? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കാനൊരു കാരണമുണ്ട്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണല്ലോ അബൂ സലമ. അബൂ സലമ മരിച്ചപ്പോ വല്ലാത്ത ബേജാറോടെ, വല്ലാത്ത ടെൻഷനോടെ, ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നത്. അല്ലേ? എന്താണ് ദിക്ർ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണല്ലോ ഞാൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി, അല്ലാഹുവേ, എനിക്ക് വന്ന അപകടം, എന്റെ ഭർത്താവ് മരിച്ചിരിക്കുകയാണല്ലോ, ഞാൻ ക്ഷമിക്കുകയാണല്ലോ, അതുകൊണ്ട് എനിക്ക് കൂലി നൽകണേ റബ്ബേ. വഖ്ലിഫ് അലയ്യ ഖൈറൻ മിൻഹാ വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ, എനിക്കതിനേക്കാളും നല്ല ഒരു പകരം നൽകണേ അല്ലാഹ്. എന്റെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്, ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് പ്രതിഫലം നൽകണേ അല്ലാഹ്. അതേപോലെ തന്നെ ഇതിനേക്കാളും നല്ല ഒരു പകരം എനിക്ക് നൽകണേ അല്ലാഹ്. ഈ ദിക്ർ ചൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മു സലമയോട് പറഞ്ഞപ്പോ ഉമ്മു സലമ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അബൂ സലമയെക്കാളും നല്ല ഒരു ഭർത്താവ് എനിക്ക് കിട്ടാനോ? എന്ത് നല്ല ഭർത്താവായിരുന്നു അബൂ സലമ. ഏതായാലും ഹബീബ് പറഞ്ഞതല്ലേ, ഞാൻ അങ്ങോട്ട് ചെല്ലുക തന്നെ. ചെല്ലാൻ തുടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപകടങ്ങൾ ഉണ്ടാകുമ്പോ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഈ ദിക്ർ പതിവാക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
ഭർത്താവ് മരിച്ചുപോയവർക്ക് ചെല്ലാം, ഭാര്യ മരിച്ചുപോയവർക്ക് ചെല്ലാം, ബിസിനസ് ഡള്ളായി പോയാൽ ചെല്ലാം, ജോലി നഷ്ടപ്പെട്ടാൽ ചെല്ലാം, എക്സാമിൽ തോറ്റുപോയാലും ചെല്ലാം, രോഗങ്ങൾ വന്നാലും ചെല്ലാം, മക്കൾ മരിച്ചുപോയാലും ചെല്ലാം, ഏത് അപകടങ്ങൾ വന്നാലും ചെല്ലാനുള്ള ഒരു ദിക്ർ പരിശുദ്ധ റസൂലുള്ളാഹി പഠിപ്പിച്ചു തരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ദിക്ർ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ اللهم اجرني في مصيبتي واخلف علي خيرا منها. അല്ലാഹുവേ എനിക്ക് എന്റെ ഈ മുസീബത്ത്, ഈ വന്നുപെട്ട ആപത്ത് ഞാൻ ക്ഷമിക്കുന്നു, അത് കാരണം എനിക്ക് നീ കൂലി തരണം അല്ലാഹ്. വഖ്ലുഫ അലയ്യ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ല ഒരു പകരം എനിക്ക് നൽകണേ അല്ലാഹ്. ഇത് എല്ലാം തുടങ്ങി മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ചെല്ലാൻ തുടങ്ങി ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അബൂ സലമ എന്ന മരിച്ചുപോയ ഭർത്താവിനേക്കാളും ഏറ്റവും നല്ല ഭർത്താവ് കല്യാണം കഴിച്ചു. അതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂ സലമയെക്കാളും നല്ലൊരു ഭർത്താവോ? അതാണ് നബി തങ്ങൾ ചെല്ലാൻ പറഞ്ഞതല്ലേ. ചെല്ലി 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അള്ളാഹുവിന്റെ റസൂല് കല്യാണം കഴിച്ചു. ആ നബിയോടാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് അബൂ സലമയുണ്ട് ഭർത്താവ്, അങ്ങും ഭർത്താവാണല്ലോ, വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല നബി തങ്ങളുടെ കല്യാണത്തിന് മുമ്പ്. എങ്കിൽ ആരുടെ കൂടെയാണ് നബിയെ ഈ 3-4 ഭർത്താക്കന്മാരുള്ളവർ നാളെ സ്വർഗ്ഗത്തിൽ പോവാ? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമ്മു സലമ, നിന്നോട് ആരാണ് ഏറ്റവും നന്നായി പെരുമാറിയത്? സൽസ്വഭാവിയാരായിരുന്നു? നിന്നെ കുറ്റപ്പെടുത്താതെ, നിന്നെ ഭീഷണിപ്പെടുത്താതെ, നിന്നെ തെറി പറയാതെ, നിന്നെ ചീത്ത പറയാതെ, നിന്നോട് സൽസ്വഭാവത്തോടെ, നിന്നോട് നല്ല സ്നേഹത്തോടെ ആരാണ് പെരുമാറിയത്? ആ ഭർത്താക്കന്മാരിൽ നിന്ന് നിന്നോട് സെലക്ട് ചെയ്യാൻ പറയും. വേണ്ടവരെ സെലക്ട് ചെയ്യാനുള്ള യോഗ്യത പെണ്ണിനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ആർക്കാ യോഗ്യത? ആർക്കാ? ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവൻ. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ്. ആ തുടക്കത്തിലുള്ള സ്നേഹം ലാസ്റ്റ് വരെ വേണമെന്നാ പറയാനുള്ളത്, അല്ലേ? തുടക്കത്തിൽ പഠിച്ചോന് എവിടെ പോണെങ്കിലും ഭാര്യ ഇല്ലാതെ പറ്റൂല. ഒരു ജ്യൂസ് കുടിക്കാൻ പോയാൽ 2 പേർക്കും കൂടി ഒരു സ്ട്രോ മതി. ചെറുപ്പക്കാർക്കറിയാതൊക്കെ. സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലാത്ത സമയങ്ങളിലൊക്കെ കാമുകമ്മ അല്ലെങ്കിൽ കല്യാണത്തിന്റെ തുടക്ക സമയങ്ങളിലൊക്കെ ആദ്യമൊക്കെ കല്യാണം ജ്യൂസൊക്കെ കുടിക്കുമ്പോ ഒരു ഗ്ലാസ് മതി, അല്ലെങ്കിൽ ഒരു സ്ട്രോ മതി. 2 പേരും സ്ട്രോ ഷെയർ ചെയ്യും. 2 പേരും ഡിഫറെന്റ് ജ്യൂസ് വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫൊക്കെ ചീസൊക്കെ ചെയ്തിട്ട് കുടിക്കുക. ജ്യൂസേ ഇങ്ങനൊക്കെ കുടിക്ക തുടക്കത്തിൽ. പിന്നെ ജ്യൂസും കുടിക്കൂല, അവിടെ പോവില്ല, എവിടെ കൊണ്ടുപോകില്ല, ഒറ്റയ്ക്ക് തന്നെ. പിന്നെ വേറെ ആരും നോക്കി നടക്കാനാണ് പണി. ഏതായാലും അങ്ങനൊന്നും ഉണ്ടാവരുത്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, നമ്മുടെ ഇടയിൽ അള്ളാഹു സ്നേഹം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല പുരുഷൻ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. മഹദിയായ